ക്വിസ് ആൻഡ് ഫാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വായനാ ദിനവുമായി ബന്ധപ്പെട്ട് ക്വിസ് മത്സരത്തിൽ ചോദിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലോട്ട് കടക്കാം. വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോയിൽ പറയുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾക്ക് PDF ഫോർമാറ്റിൽ ലഭിക്കുവാനായി നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളുമെല്ലാം നിങ്ങൾക്ക് PDF ഫോർമാറ്റിൽ ലഭിക്കുന്നതാണ്. വായനാദിന ക്വിസ് മത്സരത്തിൽ ചോദിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. എല്ലാവരും വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ആദ്യത്തെ ചോദ്യം വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. എന്നാണ് വായനാ ദിനം ആചരിക്കുന്നത്? ഉത്തരം അറിയാവുന്നവർ തന്നിരിക്കുന്ന സമയത്തിനുള്ളിൽ കമൻറ്റ് ബോക്സിൽ ഉത്തരം കമൻറ്റ് ചെയ്യുക. നമ്മൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ജൂൺ 19 തീയതിയാണ് വായനാ ദിനമായി ആചരിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ആരുടെ ഓർമ്മക്കായാണ് ജൂൺ 19 വായനാ ദിനമായി ആചരിക്കുന്നത്? ഇതും വളരെ എളുപ്പമുള്ള ചോദ്യമായിരുന്നു. PN പണിക്കരുടെ ഓർമ്മയ്ക്കായിട്ടാണ് ജൂൺ 19 തീയതി നമ്മൾ വായനാ ദിനമായി ആചരിക്കുന്നത്. മൂന്നാമത്തെ ചോദ്യം, ജൂൺ 19 വായനാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് ഏത് വർഷം മുതലാണ്? 1996 മുതലാണ് നമ്മൾ ജൂൺ 19 തീയതി വായനാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത്. നാലാമത്തെ ചോദ്യം നേരത്തെ പറഞ്ഞ ഒരു ചോദ്യവുമായി സാമ്യമുണ്ട്. മറ്റൊരു രീതിയിലാണ് ആ ചോദ്യം ഇവിടെ നൽകിയിരിക്കുന്നത്. അതായത് ആരുടെ ചരമദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത്? ജൂൺ 19 തീയതി PN പണിക്കരുടെ ചരമദിനം ആയതുകൊണ്ടാണ് നമ്മൾ ജൂൺ 19 തീയതി വായനാ ദിനമായി ആഘോഷിക്കുന്നത്. അതായത് ഇതിൻ്റെ ഉത്തരം PN പണിക്കർ. അഞ്ചാമത്തെ ചോദ്യവും വളരെയധികം ഈസിയായ ചോദ്യമാണ്. അഞ്ചാമത്തെ ചോദ്യം ഇതാണ്. PN പണിക്കരുടെ മുഴുവൻ പേര് എന്താണ്? പുതുവായിൽ നാരായണ പണിക്കർ എന്നാണ് PN പണിക്കരുടെ മുഴുവൻ പേര്. ആറാമത്തെ ചോദ്യം ഇതാണ്. PN പണിക്കർ ജനിച്ചത് എവിടെയാണ്? ആലപ്പുഴ ജില്ലയിലെ നീലംപേരൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് PN പണിക്കർ ജനിച്ചത്. ഏഴാമത്തെ ചോദ്യം ഇതാണ്. PN പണിക്കരുടെ ചരിത്രം ആലേഖനം ചെയ്ത സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം ഏതാണ്? അതായത് PN പണിക്കരുടെ ചിത്രം ആലേഖനം ചെയ്ത ഒരു സ്റ്റാമ്പ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അത് ഏത് വർഷത്തിലാണ് ഇറക്കിയത്? ജൂൺ 19 തീയതി ഇതേപോലെ ഒരു വായനാ ദിനത്തോടനുബന്ധിച്ചാണ് PN പണിക്കരുടെ ചിത്രം ആലേഖനം ചെയ്ത സ്റ്റാമ്പ് പുറത്തിറക്കിയത്. വർഷം ആരും മറക്കരുത്, 2004. എട്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. എഴുത്തച്ഛൻ സ്മാരകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇതിനു മുമ്പുള്ള ഒരു സാഹിത്യദിന ക്വിസിൽ ഇതേ ചോദ്യം ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എഴുത്തച്ഛൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂർ എന്ന് പറയുന്ന സ്ഥലത്തെ തുഞ്ചൻ പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഒൻപതാമത്തെ ചോദ്യം ഇതാണ്. കേരള വിദ്യാഭ്യാസ വകുപ്പ് വായനാ വാരമായി ആചരിക്കുന്നത് ജൂൺ 19 മുതൽ ഏത് ദിവസം വരെയാണ്? ജൂൺ 19 മുതൽ ജൂൺ 25 തീയതി വരെയാണ് വായനാ ദിനവുമായി ബന്ധപ്പെട്ട് കേരള സർക്കാർ വായനാ വാരമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ജൂൺ 19 മുതൽ ജൂൺ 25 തീയതി വരെയാണ്. വീഡിയോയിലെ 10ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇതുവരെ വീഡിയോ ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. ചോദ്യം ഇതാണ്. അൽ അമീൻ എന്ന് പറയുന്ന പത്രത്തിൻ്റെ പത്രാധിപൻ ആരായിരുന്നു? മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് എന്ന് പറയുന്ന വ്യക്തിയാണ് അൽ അമീൻ എന്ന് പറയുന്ന പത്രത്തിൻ്റെ പത്രാധിപൻ. 11ാമത്തെ ചോദ്യം ഇതാണ്. കേരള സാഹിത്യ അക്കാദമിയുടെ മുഖപത്രം എന്താണ്? സാഹിത്യലോകമാണ് കേരള സാഹിത്യ അക്കാദമിയുടെ മുഖപത്രം. 12ാമത്തെ ചോദ്യം ഇതാണ്. 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച സാഹിത്യകാരി ആരാണ്? പന്ത്രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം P. വത്സല. അതായത് P. വത്സല എന്ന് പറയുന്ന സാഹിത്യകാരിക്കാണ് 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. 13ാമത്തെ ചോദ്യം. വെളിച്ചം ദുഃഖമാണുണ്ണി തമസ്സല്ലോ സുഖപ്രദം. ഇത് ആരുടെ വരികളാണ്? അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെ വരികളാണ് വെളിച്ചം ദുഃഖമാണുണ്ണി തമസ്സല്ലോ സുഖപ്രദം. ഇതെല്ലാവരും ഒന്ന് ഓർത്തു വെക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്. 14ാമത്തെ ചോദ്യം വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഉത്തരം കമൻറ്റ് ചെയ്യുക. കേരളത്തിൻ്റെ ഭരണഭാഷ ഏതാണ്?
14ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എല്ലാവർക്കും അറിയാവുന്നതുപോലെ മലയാളം. മലയാളമാണ് കേരളത്തിൻ്റെ ഭരണഭാഷ. 15ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്: ലോകത്തിലെ പ്രാചീന സാഹിത്യം എന്നറിയപ്പെടുന്നത് ഏത് സാഹിത്യമാണ്? ഗ്രീക്ക് സാഹിത്യമാണ് ലോകത്തിലെ തന്നെ ഏറ്റവും പ്രാചീനമായ സാഹിത്യം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ലോകത്തിലെ ഏറ്റവും പ്രാചീന സാഹിത്യം ഗ്രീക്ക് സാഹിത്യമാണ്. എന്ന കൃതി എഴുതിയത് ആരാണ്? ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം മാധവിക്കുട്ടി. അതായത് മാധവിക്കുട്ടിയുടെ വളരെ പ്രശസ്തമായ ഒരു കൃതിയാണ് നീർമാതളം പൂത്ത കാലം. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: ഗ്രീക്ക് സാഹിത്യത്തിലെ ഇതിഹാസങ്ങൾ ആരൊക്കെയാണ്? അതായത് ഗ്രീക്ക് ലിറ്ററേച്ചറിലെ ലെജൻഡ്സ് എന്നറിയപ്പെടുന്നത് ആരൊക്കെയാണ്? ഒഡീസി, ഇലിയഡ് തുടങ്ങിയവരാണ് ഗ്രീക്ക് സാഹിത്യത്തിലെ ഇതിഹാസങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഗ്രീക്ക് സാഹിത്യവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലുണ്ടായിരുന്നു. അത് ഇങ്ങനെയായിരുന്നു: സാഹിത്യത്തിൽ തന്നെ ഏറ്റവും പ്രാചീനമായ സാഹിത്യം ഏതാണ്? അതിൻ്റെ ഉത്തരവും ഗ്രീക്ക് സാഹിത്യമാണ്. അപ്പോൾ ഈ രണ്ട് ചോദ്യങ്ങൾ നിങ്ങൾ എന്തായാലും ഓർത്തു വയ്ക്കുക. മൂന്നാമത്തെ ചോദ്യം ഇതാണ്: രമണൻ എന്ന പ്രശസ്ത കാവ്യം എഴുതിയത് ആരാണ്? രമണൻ എന്ന പ്രശസ്ത കാവ്യം രചിച്ചത് ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയാണ്. നാലാമത്തെ ചോദ്യം ഇതാണ്: ചിത്രയോഗം എന്ന മഹാകാവ്യം രചിച്ചത് ആരാണ്? നാലാമത്തെ ചോദ്യവും വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. ചിത്രയോഗം എന്ന മഹാകാവ്യം രചിച്ചത് വള്ളത്തോൾ നാരായണ മേനോനാണ്. ഈ വീഡിയോയിലെ 5ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇതുവരെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. 5ാമത്തെ ചോദ്യം ഇതാണ്: വലിയൊരു ലോകം മുഴുവൻ നന്നാവാൻ ചെറിയൊരു സൂത്രം ചെവിയിലോതാം ഞാൻ. ഇത് ആരുടെ വരികളാണ്? കുഞ്ഞുണ്ണി മാഷിൻ്റെ പ്രശസ്തമായ വരികളിലൊന്നാണ് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ വരികൾ. അപ്പോൾ 5ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം കുഞ്ഞുണ്ണി മാഷ്. 6ാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. ലോക പുസ്തക ദിനമായി ഏപ്രിൽ 23 ആചരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഏപ്രിൽ 23-ാം തീയതി ലോക പുസ്തക ദിനമായി ആചരിക്കുവാൻ കാരണം പ്രശസ്ത ഇംഗ്ലീഷ് റൈറ്ററായ വില്യം ഷേക്സ്പിയറുടെ ജനനവും മരണവും ഏപ്രിൽ 23-ാം തീയതിയാണ്. അതുകൊണ്ടാണ് ലോക പുസ്തക ദിനമായി ഏപ്രിൽ 23-ാം തീയതി ആചരിക്കുന്നത്. ഈ ഒരു ചോദ്യത്തിൽ തന്നെ നമുക്ക് മറ്റൊരു ചോദ്യം കൂടി കാണാൻ സാധിക്കുന്നതാണ്: ലോക പുസ്തക ദിനം എന്നാണ്? അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരം ഏപ്രിൽ 23-ാം തീയതിയാണ്. എന്തുകൊണ്ടാണ് ഏപ്രിൽ 23-ാം തീയതി ലോക പുസ്തക ദിനമായി ആചരിക്കുന്നു എന്നാണ് ഇപ്പോൾ പറഞ്ഞ ചോദ്യം. 7ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. സാരേ ജഹാംസെ അച്ച എന്ന ദേശഭക്തി ഗാനം ഏത് ഭാഷയിലാണ് രചിച്ചിട്ടുള്ളത്? സാരേ ജഹാംസെ അച്ച എന്ന് പറയുന്ന ദേശഭക്തി ഗാനം നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ആ ഗാനം ശരിക്കും രചിച്ചിരിക്കുന്നത് ഉറുദു ഭാഷയിലാണ്. 8ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയമല്ലെങ്കിൽ മാറ്റുമതികളി നിങ്ങളെ താൻ. ഇത് ആരുടെ വരികളാണ്? മലയാളത്തിലെ പ്രശസ്ത രചയിതാവായ കുമാരനാശാന്റെ പ്രശസ്തമായ വരികളാണിത്. അപ്പോൾ 8ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം കുമാരനാശാൻ. 9ാമത്തെ ചോദ്യം ഇതാണ്: മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ ഏതാണ്? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഉത്തരം അറിയാവുന്നവർ കമന്റ് ബോക്സിൽ പറയുക. മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ എന്ന് വിശേഷിപ്പിക്കുന്നത് വാസനാവികൃതി എന്ന് പറയുന്ന ചെറുകഥയാണ്. ഇത് എഴുതിയിരിക്കുന്നത് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായരാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾ ഓർത്തു വെക്കുക. 10ാമത്തെ ചോദ്യം നമ്മൾ നേരത്തെ പറഞ്ഞ ചോദ്യം തന്നെയാണ്. വാസനാവികൃതി എന്ന ചെറുകഥ രചിച്ചത് ആരാണ്? നേരത്തെ പറഞ്ഞത് തന്നെയാണ്. വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാരാണ് വാസനാവികൃതി എന്ന് പറയുന്ന ചെറുകഥ രചിച്ചിരിക്കുന്നത്. 11ാമത്തെ ചോദ്യം ഇതാണ്: കേരള സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെ പുസ്തക വിൽപ്പനശാലകളുടെ പേരെന്താണ്? കേരള സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിൻ്റെ പുസ്തക വിൽപ്പനശാലയുടെ പേരാണ് നാഷണൽ ബുക്ക് സ്റ്റാൾ. 11ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നാഷണൽ ബുക്ക് സ്റ്റാൾ. 12ാമത്തെ ചോദ്യം: ബാലമുരളി എന്ന തൂലികാനാമത്തിൽ രചനകൾ നടത്തിയത് ആരാണ്? നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന ONV കുറിപ്പാണ് ബാലമുരളി എന്ന തൂലികാനാമത്തിൽ രചനകൾ നടത്തിയിരിക്കുന്നത്. 13ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. യുദ്ധവും സമാധാനവും എന്ന വിഖ്യാത കൃതിയുടെ രചയിതാവ് ആരാണ്?
13ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ലിയോ ടോൾസ്റ്റോയ്, അതായത് യുദ്ധവും സമാധാനവും അഥവാ വാർ ആൻഡ് പീസ് എന്ന് പറയുന്നത് ലിയോ ടോൾസ്റ്റോയുടെ വളരെ പ്രശസ്തമായ ഒരു നോവലാണ്. 14ാമത്തെ ചോദ്യം 1972 നിരൂപണ പഠന സാഹിത്യത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച നാടകാദർപ്പണം എന്ന കൃതി രചിച്ചത് ആരാണ്? NN പിള്ളയാണ് നാടകാദർപ്പണം എന്ന് പറയുന്ന കൃതി രചിച്ചിരിക്കുന്നത്. 15ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. കുമാരനാശാന്റെ വീണപൂവ് ആദ്യം പ്രസിദ്ധീകരിച്ചത് ഏത് പ്രസിദ്ധീകരണത്തിലാണ്? മിതവാദി എന്ന പ്രസിദ്ധീകരണത്തിലാണ് കുമാരനാശാന്റെ വീണപൂവ് ആദ്യം പ്രസിദ്ധീകരിച്ചിരുന്നത്. 2ാമത്തെ ചോദ്യം ഇതാണ്. കാക്കനാടൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? ജോർജ് വർഗീസ് എന്ന് പറയുന്ന എഴുത്തുകാരനാണ് കാക്കനാടൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത്. 2ാമത്തെ ചോദ്യം. നമ്മളെല്ലാവരും ഇ റീഡിംഗ് എന്ന് പറയുന്ന വാക്ക് കേട്ടിട്ടുണ്ടാവും. ഇ റീഡിംഗ് എന്ന പദത്തിൽ ഈ കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഇ റീഡിങ്ങിലെ ഈ കൊണ്ട് അർത്ഥമാക്കുന്നത് ഇലക്ട്രോണിക് എന്നാണ്. അതായത് ഇ റീഡിങ്ങിൻ്റെ ഫുൾ ഫോമാണ് ഇലക്ട്രോണിക് റീഡിംഗ്. 3ാമത്തെ ചോദ്യം. രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ഗീതാഞ്ജലി എന്ന് പറയുന്ന കൃതിയുടെ ഇംഗ്ലീഷ് പരിഭാഷയ്ക്ക് അവതാരിക എഴുതിയത് ആരാണ്? മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വില്യം ബർട്ടൺ യെസ്. ഇനി നമുക്ക് 4ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 4ാമത്തെ ചോദ്യം. MT വാസുദേവൻ നായർ രചിച്ച നാലുകെട്ട് ആദ്യം പ്രസിദ്ധീകരിച്ചത് ഏത് വർഷമാണ്? 1958 MT വാസുദേവൻ നായർ രചിച്ച നാലുകെട്ട് ആദ്യം പ്രസിദ്ധീകരിക്കുന്നത്. 5ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. വിലാസിനി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? MK മേനോനാണ് വിലാസിനി എന്ന് പറയുന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത്. 6ാമത്തെ ചോദ്യം. വായിക്കപ്പെടുന്നത് എന്ന് അർത്ഥത്തിലുള്ള മുസ്ലിങ്ങളുടെ പുണ്യഗ്രന്ഥം ഏതാണ്? വിശുദ്ധ ഖുർആനാണ് മുസ്ലിങ്ങളുടെ വായിക്കപ്പെടുന്നത് എന്ന അർത്ഥം വരുന്ന പുണ്യഗ്രന്ഥം. 7ാമത്തെ ചോദ്യം ഇതാണ്. PN പണിക്കർ ജന്മനാട്ടിൽ സ്ഥാപിച്ച വായനശാലയുടെ പേരെന്താണ്? സനാതനധർമ്മം എന്നാണ് PN പണിക്കരുടെ ജന്മനാട്ടിൽ സ്ഥാപിച്ച വായനശാല അഥവാ ലൈബ്രറിയുടെ പേര്. 1926 തൻ്റെ ജന്മനാടായ നീലംപേരൂരിൽ ഇദ്ദേഹം ഈ ലൈബ്രറി ആരംഭിക്കുന്നത്. സനാതനധർമ്മം എന്ന ലൈബ്രറി ആരംഭിച്ച 1926 എന്ന വർഷവും ആലപ്പുഴ ജില്ലയിലെ നീലംപേരൂർ എന്ന അത് സ്ഥിതി ചെയ്യുന്ന സ്ഥലം കൂടി നിങ്ങൾ ഓർത്തു വയ്ക്കുക. 8ാമത്തെ ചോദ്യം. നന്ദനാർ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? PC ഗോപാലനാണ് നന്ദനാർ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത്. 9ാമത്തെ ചോദ്യം. ദേവകി നീലയങ്കോടിൻ്റെ ആത്മകഥയുടെ പേരെന്താണ്? നഷ്ടബോധങ്ങളില്ലാതെ എന്നാണ് ദേവകി നീലയങ്കോടിൻ്റെ ആത്മകഥയുടെ പേര്. 10ാമത്തെ ചോദ്യം എളുപ്പമുള്ള ചോദ്യമാണ്. ഇന്ത്യ വിൻസ് ഫ്രീഡം ആരുടെ ആത്മകഥയാണ്? ഉത്തരം അറിയാവുന്നവർ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. 10ാമത്തെ ചോദ്യം എളുപ്പമുള്ള ചോദ്യമായിരുന്നു. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്നത് അബ്ദുൽ കലാം ആസാദിൻ്റെ ആത്മകഥയാണ്. 11ാമത്തെ ചോദ്യം. ഹരിപ്രസാദ് ചൗരസ്യ ഏത് സംഗീതോപകരണത്തിലാണ് പ്രാവീണ്യം നേടിയിരിക്കുന്നത്? ഓടക്കുഴലിലാണ് ഹരിപ്രസാദ് ചൗരസ്യ പ്രാവീണ്യം നേടിയിരിക്കുന്നത്. 11ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓടക്കുഴൽ. 12ാമത്തെ ചോദ്യം. ഇന്ത്യയിൽ സാഹിത്യ മേഖലയിൽ നൽകുന്ന പരമോന്നത പുരസ്കാരം ഏതാണ്? ഉത്തരം അറിയാവുന്നവർ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. ജ്ഞാനപീഠമാണ് ഇന്ത്യയിൽ സാഹിത്യമേഖല അഥവാ ലിറ്ററേച്ചർ മേഖലയിൽ നൽകുന്ന ഏറ്റവും ഉയർന്ന പുരസ്കാരം. 13ാമത്തെ ചോദ്യം. വാസ്തുഹാര എന്ന ചെറുകഥയുടെ രചയിതാവ് ആരാണ്?
CV ശ്രീരാമൻ എന്ന് പറയുന്ന എഴുത്തുകാരനാണ് വാസ്തുഹാര എന്ന് പറയുന്ന ചെറുകഥ രചിച്ചിരിക്കുന്നത്. 14ാമത്തെ ചോദ്യം, കോട്ടയ്ക്കൽ ശിവരാമൻ ഏത് കലാരൂപവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? കഥകളിയിലെ പ്രശസ്തനായ ഒരു വ്യക്തിയാണ് കോട്ടയ്ക്കൽ ശിവരാമൻ. കോട്ടയ്ക്കൽ ശിവരാമൻ ഏത് കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ കഥകളി. 15ാമത്തെ ചോദ്യം ഇതാണ്, ആരാച്ചാർ എന്ന് പറയുന്ന നോവൽ വളരെ പ്രശസ്തമായ നോവലാണ്. ആ നോവൽ രചിച്ചിരിക്കുന്നത് ആരാണ്? KR മീരയാണ് ആരാച്ചാർ എന്ന് പറയുന്ന പ്രശസ്തമായ നോവൽ രചിച്ചത്. ഇതേ ചോദ്യം നിങ്ങൾക്ക് മറ്റൊരു രീതിയിൽ ചോദിക്കാവുന്നതാണ്. KR മീരയുടെ ആരാച്ചാർ ഏത് തരത്തിലുള്ള എഴുത്താണ്? അതൊരു നോവലാണ് എന്നുകൂടി ഓർത്തു വയ്ക്കുക. 16ാമത്തെ ചോദ്യം, 1829 കേരളത്തിലെ ആദ്യത്തെ പൊതുവായനശാല തിരുവനന്തപുരത്ത് സ്ഥാപിച്ചത് ആരാണ്? സ്വാതി തിരുനാൾ മഹാരാജാവാണ് 1829 കേരളത്തിലെ ആദ്യത്തെ വായനശാല തിരുവനന്തപുരത്ത് സ്ഥാപിച്ചത്. ചോദ്യം ഇതാണ്, തിരുവിതാംകൂർ ലൈബ്രറി അസോസിയേഷന്റെ മുദ്രാവാക്യം എന്താണ്? വായിച്ചു വളരുക എന്നാണ് തിരുവിതാംകൂർ ലൈബ്രറി അസോസിയേഷന്റെ മുദ്രാവാക്യം. 2ാമത്തെ ചോദ്യം, ചെമ്മീൻ എന്ന് പറയുന്ന നോവലിന്റെ പശ്ചാത്തലമായ കടപ്പുറം ഏതാണ്? ആലപ്പുഴ ജില്ലയിലെ പുറക്കാട് എന്ന് പറയുന്ന കടപ്പുറമാണ് ചെമ്മീൻ എന്ന നോവലിൻ്റെ പശ്ചാത്തലം. 3ാമത്തെ ചോദ്യം, പുരാതന കാലത്തെ ഏറ്റവും പ്രസിദ്ധമായ ലൈബ്രറി ഏതാണ്? അലക്സാണ്ട്രിയയിലെ ഗ്രേറ്റ് ലൈബ്രറിയാണ് പുരാതന കാലത്തെ ഏറ്റവും പ്രസിദ്ധമായ ലൈബ്രറി. പുരാതന കാലത്തെ ഏറ്റവും പ്രസിദ്ധമായ ഒരു ലൈബ്രറി ആയിരുന്നു അലക്സാണ്ട്രിയ ഗ്രേറ്റ് ലൈബ്രറി. ഈജിപ്തിലാണ് ഈ ഒരു അലക്സാണ്ട്രിയ ഗ്രേറ്റ് ലൈബ്രറി സ്ഥിതി ചെയ്യുന്നത്. 4ാമത്തെ ചോദ്യം, കേരളത്തിലെ ജനകീയ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? സ്വാതി തിരുനാൾ മഹാരാജാവാണ് കേരളത്തിലെ ജനകീയ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്, എല്ലാവരും ഓർത്തു വെക്കുക. 5ാമത്തെ ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്. കേരള ഗ്രന്ഥശാല ദിനം എന്നാണ്? കേരള ലൈബ്രറി ഡേ എന്ന് പറയുന്ന ദിവസം എന്നാണ്? സെപ്റ്റംബർ 14-ാം തീയതിയാണ് കേരളത്തിൽ ഗ്രന്ഥശാലാ ദിനമായി ആഘോഷിക്കുന്നത്. 6ാമത്തെ ചോദ്യം, കേരളത്തിൽ സംഘടിത ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് എന്നാണ്? 1945 സെപ്റ്റംബർ 14-നാണ് കേരളത്തിൽ സംഘടിത ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത്. അത് തുടക്കം കുറിച്ചത് അമ്പലപ്പുഴയിൽ വെച്ചാണ്. 7ാമത്തെ ചോദ്യം ഇതാണ്, ഇന്ത്യൻ ലൈബ്രറി പ്രസ്ഥാനത്തിൻ്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം അറിയുന്നവരുണ്ടെങ്കിൽ തന്നിരിക്കുന്ന ടൈമറിനുള്ളിൽ ഉത്തരമൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. SR രംഗനാഥൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇന്ത്യൻ ലൈബ്രറി പ്രസ്ഥാനത്തിൻ്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ശിയാലി രാമാമൃത രംഗനാഥൻ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. ഓഗസ്റ്റ് 12-നാണ് ഇദ്ദേഹം ജനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ എല്ലാ വർഷവും ഓഗസ്റ്റ് 12-ാം തീയതി നാഷണൽ ലൈബ്രറി ഡേ അഥവാ നാഷണൽ ലൈബ്രറിയൻസ് ഡേ ആയി ആഘോഷിച്ചു വരുന്നു. ഈ കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ഓർത്തു വയ്ക്കുക. ഇനി നമ്മൾ 8ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നതും അതുതന്നെയാണ്. SR രംഗനാഥൻ ജനിച്ചത് എന്നാണ്? അദ്ദേഹം ജനിച്ചത് ഓഗസ്റ്റ് 12-ആണെന്ന് നേരത്തെയുള്ള ചോദ്യത്തിൽ പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹം ജനിച്ച വർഷം 1892 ഓഗസ്റ്റ് 12-ാം തീയതിയാണ്. എല്ലാവരും തീയതി അടക്കം ഓർത്തു വെക്കുക. 9ാമത്തെ ചോദ്യവും അതുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. ദേശീയ ലൈബ്രറിയൻ ദിനം എന്നാണ്? അതായത് നാഷണൽ ലൈബ്രറിയൻസ് ഡേ എപ്പോഴാണ്? SR രംഗനാഥൻ്റെ ജന്മദിനമായ ഓഗസ്റ്റ് 12-ാം തീയതിയാണ് ദേശീയ ലൈബ്രറിയൻ ദിനമായി ആഘോഷിക്കുന്നത്. 10ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ 2ാമത്തെ വലിയ ലൈബ്രറി ഏതാണ്?
റസ എന്ന് പറയുന്ന ലൈബ്രറിയാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ ലൈബ്രറി. ഉത്തർപ്രദേശ് സംസ്ഥാനത്തെ രാംപൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇങ്ങനെയൊരു ലൈബ്രറി സ്ഥിതി ചെയ്തിരിക്കുന്നത്. നമ്മുടെ വീഡിയോസിൻ്റെ ഇടയിൽ പറയുന്ന ഇത്തരത്തിലുള്ള ബോണസ് ഇൻഫർമേഷൻ നിങ്ങളെല്ലാം ഒന്ന് ഓർത്ത് വെക്കാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കിത് പിന്നീട് യൂസ്ഫുൾ ആവുന്നതാണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 11ാമത്തെ ചോദ്യം, ത്രിപുര സുന്ദരി കൊച്ചമ്മ ഏത് നോവലിലെ കഥാപാത്രമാണ്? CV രാമൻ പിള്ളയുടെ ധർമ്മരാജ എന്ന് പറയുന്ന നോവലിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് ത്രിപുര സുന്ദരി കൊച്ചമ്മ. 12ാമത്തെ ചോദ്യം, അമ്മ എന്ന റഷ്യൻ നോവൽ രചിച്ചത് ആരാണ്? മാക്സിം ഗോർക്കിയാണ് അമ്മ എന്ന് പറയുന്ന നോവൽ രചിച്ചിരിക്കുന്നത്. ഇതൊരു റഷ്യൻ നോവലാണ്. 1906 ഈ നോവൽ ഇംഗ്ലീഷിലേക്ക് തർജ്ജിമ ചെയ്യുന്നത്. 13ാമത്തെ ചോദ്യം, കുറത്തി എന്ന കവിതയുടെ രചയിതാവ് ആരാണ്? കടമ്മനിട്ടയുടെ അറിയപ്പെടുന്ന കവിതകളിലൊന്നാണ് കുറത്തി എന്ന് പറയുന്നത്. 13ാമത്തെ ചോദ്യം, 1945 തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘം രൂപീകരിച്ചത് ആരാണ്? PN പണിക്കറാണ് തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘം രൂപീകരിച്ചത്. 1945 അദ്ദേഹം തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘം രൂപീകരിക്കുന്നത്. 1ാമത്തെ ചോദ്യം ഇതാണ്, സൂരി നമ്പൂതിരിപ്പാട് ഏത് നോവലിലെ കഥാപാത്രമാണ്? വളരെ പ്രശസ്തമായ നോവലിലെ കഥാപാത്രമാണ്. ആ നോവലിൻ്റെ പേരെഴുതുക. ഇന്ദുലേഖ എന്ന് പറയുന്ന നോവലിലെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് സൂരി നമ്പൂതിരിപ്പാട്. ഇന്ദുലേഖ എന്ന് പറയുന്ന നോവൽ രചിച്ചിരിക്കുന്നത് O ചന്തുമേനോനാണ്. 2ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. രാത്രിമഴ എന്ന കവിത രചിച്ചത് ആരാണ്? സുഗതകുമാരിയുടെ കവിതയാണ് രാത്രിമഴ. 3ാമത്തെ ചോദ്യം, ജ്ഞാനപീഠ പുരസ്കാരം ഏർപ്പെടുത്തിയത് ആരാണ്? ശാന്തിപ്രസാദ് ജെയിൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ജ്ഞാനപീഠം എന്ന പുരസ്കാരം ഏർപ്പെടുത്തിയത്. 4ാമത്തെ ചോദ്യം, എലിപ്പത്തായം എന്ന ചലച്ചിത്രത്തിൻ്റെ സംവിധായകൻ ആരാണ്? പ്രശസ്ത സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ്റെ സിനിമയാണ് എലിപ്പത്തായം. കരമന ജനാർദ്ദനൻ നായരാണ് ഇതിലെ പ്രധാന വേഷം ചെയ്തിരിക്കുന്നത്. ഇനി 5ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ജൂൺ 19 ദേശീയ വായനാ ദിനമായി പ്രഖ്യാപിച്ചത് ഏത് വർഷമാണ്? 2017 ജൂൺ 19 ദേശീയ വായനാ ദിനമായി പ്രഖ്യാപിച്ചത്. 6ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ ആദ്യത്തെ സെക്രട്ടറി ആരാണ്? PN പണിക്കരാണ് കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ ആദ്യത്തെ സെക്രട്ടറി. 7ാമത്തെ ചോദ്യം, മലയാള സാഹിത്യ ചരിത്രം എഴുതിയ കവി ആരാണ്? പ്രശസ്ത കവി ഉള്ളൂർ S പരമേശ്വരയ്യരാണ് മലയാള സാഹിത്യ ചരിത്രം എഴുതിയത്. കോവിലൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ ആരാണ്? 8ാമത്തെ ചോദ്യം, കോവിലൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ. VV അയ്യപ്പൻ എന്ന എഴുത്തുകാരനാണ് കോവിലൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത്. 9ാമത്തെ ചോദ്യം ഇതാണ്, മലയാളത്തിലെ ആദ്യത്തെ യാത്രാവിവരണ ഗ്രന്ഥം ഏതാണ്? വർത്തമാന പുസ്തകമാണ് മലയാളത്തിലെ ആദ്യത്തെ യാത്രാവിവരണ ഗ്രന്ഥം. പാരമേക്കാൽ തോമ കത്തനാരാണ് മലയാളത്തിലെ ആദ്യത്തെ യാത്രാവിവരണമായ വർത്തമാന പുസ്തകം രചിച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം ചോദ്യം തന്നെയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. വർത്തമാന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? പാറമേക്കാൽ തോമ കത്തനാരാണ് വർത്തമാന പുസ്തകം എന്ന ആദ്യത്തെ മലയാളത്തിലെ യാത്രാവിവരണം രചിച്ചിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ചോദ്യമാണ്. 11ാമത്തെ ചോദ്യം, മലയാളത്തിലെ ആദ്യ അപസർപ്പക നോവലായ ഭാസ്കരമേനോൻ എഴുതിയത് ആരാണ്?
അപ്പൻ തമ്പുരാനാണ് മലയാളത്തിലെ ആദ്യത്തെ അപസർപ്പക നോവലായ ഭാസ്കരമേനോൻ രചിച്ചിരിക്കുന്നത്. 12ാമത്തെ ചോദ്യം, കൂമൻകാവിൽ ബസ് ചെന്ന് നിന്നപ്പോൾ ആ സ്ഥലം രവിക്ക് അപരിചിതമായി തോന്നിയില്ല. OV വിജയൻ്റെ ഏത് നോവലിലാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്? നിങ്ങളെല്ലാവരും വായിച്ചിരിക്കാൻ സാധ്യതയുള്ള ഒരു നോവലാണ് ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന് പറയുന്ന OV വിജയൻ്റെ വളരെ പ്രശസ്തമായ നോവലിലാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. 13ാമത്തെ ചോദ്യം, മലയാള സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഈസിയായ ചോദ്യമാണ്. കമൻറ്റ് ബോക്സിൽ എല്ലാവരും ഉത്തരമെന്ന് പറയുക. മലയാള സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് JC ഡാനിയലാണ്. മലയാള സിനിമയുടെ പിതാവ് എന്ന് JC ഡാനിയലിനെ വിളിക്കാൻ കാരണം അദ്ദേഹമാണ് മലയാളത്തിലെ തന്നെ ആദ്യത്തെ ഫിലിം മേക്കർ. വിഗതകുമാരൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമയുടെ പേര്. 13ാമത്തെ ചോദ്യം, മലയാളിയായ ഒരു ശില്പിയുടെ അമ്മയും കുഞ്ഞും എന്ന പ്രശസ്തമായ ശില്പം കേരളത്തിലെ ഒരു വിനോദസഞ്ചാര കേന്ദ്രത്തിലുണ്ട്. ആ ശില്പിയുടെ പേരെന്താണ്? കാനായി കുഞ്ഞിരാമൻ്റെ വളരെ പ്രശസ്തമായ ശില്പമാണ് അമ്മയും കുഞ്ഞും. അതായത് അമ്മയും കുഞ്ഞും എന്ന ശില്പം നിർമ്മിച്ചിരിക്കുന്നത് കാനായി കുഞ്ഞിരാമനാണ്. ഈ വീഡിയോയിലെ 14ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. കേശവൻ്റെ വിലാപങ്ങൾ എന്ന നോവലിൻ്റെ രചയിതാവ് ആരാണ്? M. മുകുന്ദനാണ് കേശവൻ്റെ വിലാപങ്ങൾ എന്ന നോവലിൻ്റെ രചയിതാവ്. 16ാമത്തെ ചോദ്യം ഇതാണ്. MT വാസുദേവൻ നായരുടെ വയലാർ അവാർഡ് ലഭിച്ച കൃതി ഏതാണ്? MT വാസുദേവൻ നായർക്ക് വയലാർ അവാർഡ് ലഭിച്ച അദ്ദേഹത്തിൻ്റെ കൃതിയാണ് രണ്ടാമൂഴം. രണ്ടാമൂഴം ഒരു നോവലാണ്. 17ാമത്തെ ചോദ്യം, നളചരിതം കിളിപ്പാട്ടിൻ്റെ കർത്താവ് ആരാണ്? കുഞ്ഞൻ നമ്പ്യാരാണ് നളചരിതം കിളിപ്പാട്ടിൻ്റെ കർത്താവ്. 2ാമത്തെ ചോദ്യം, ക്വാറന്റീൻ എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്നുള്ളതാണ്? ക്വാറന്റീൻ എന്ന വാക്ക് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. ആ വാക്ക് ഏത് ഭാഷയിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്? ക്വാറന്റീൻ എന്ന് പറയുന്ന വാക്ക് ലാറ്റിൻ ഭാഷയിൽ നിന്നുള്ളതാണ്. അതായത് ക്വാറന്റീൻ എന്ന് പറയുന്ന വാക്ക് എടുത്തിരിക്കുന്നത് ലാറ്റിൻ ഭാഷയിൽ നിന്നാണ്. 3ാമത്തെ ചോദ്യം, മയ്യഴി പുഴയുടെ തീരങ്ങളിൽ എന്ന നോവൽ രചിച്ചത് ആരാണ്? വളരെ പ്രധാനപ്പെട്ട ഒരു നോവലാണ് ഈ ഒരു ക്വിസിൻ്റെ അടിസ്ഥാനത്തിൽ. മയ്യഴി പുഴയുടെ തീരങ്ങളിൽ എന്ന നോവൽ രചിച്ചിരിക്കുന്നത് M. മുകുന്ദനാണ്. ഇതെല്ലാവരും ഒന്ന് ഓർത്തു വെക്കുക. 4ാമത്തെ ചോദ്യം, എന്നിലൂടെ എന്ന ആത്മകഥ ആരുടേതാണ്? കുഞ്ഞുണ്ണി മാഷിൻ്റെ ആത്മകഥയാണ് എന്നിലൂടെ. എല്ലാവരും ഇത് ഓർത്തു വയ്ക്കുക. ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യങ്ങളാണ്. അടുത്ത ചോദ്യം, കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സ്ഥാപക ഡയറക്ടർ ആരാണ്? കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സ്ഥാപക ഡയറക്ടർ ആരാണ്? NV കൃഷ്ണവാര്യരാണ് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സ്ഥാപകൻ. അടുത്ത ചോദ്യം കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. കേരള സ്കോട്ട് എന്നറിയപ്പെടുന്നത് ആരാണ്? കേരള സ്കോട്ട് എന്നറിയപ്പെടുന്നത് ആര്? CV രാമൻ പിള്ളയാണ് കേരള സ്കോട്ട് എന്ന പേരിൽ അറിയപ്പെടുന്നത്. കേരള സ്കോട്ട് എന്ന പേരിൽ അറിയപ്പെടുന്നത് CV രാമൻ പിള്ള. അടുത്ത ചോദ്യം, സുസന്നയുടെ ഗ്രന്ഥപുര ഇങ്ങനെയൊരു നോവൽ രചിച്ചത് ആരാണ്? സുസന്നയുടെ ഗ്രന്ഥപുര എന്ന നോവൽ രചിച്ചത് ആര്? അജയ് P. മാങ്ങാട്ടിൻ്റെ നോവലാണ് സുസന്നയുടെ ഗ്രന്ഥപുര. അടുത്ത ചോദ്യം, സാമൂഹ്യനീതിക്കായി കേരളത്തിൽ നടന്ന പ്രധാന സമരങ്ങളിൽ ഒന്നായ വൈക്കം സത്യാഗ്രഹം ഏതു വർഷമാണ് നടന്നത്? അതായത് വൈക്കം സത്യാഗ്രഹം നടന്ന വർഷമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. 1924 വൈക്കം സത്യാഗ്രഹം നടന്നിരിക്കുന്നത്. 1924. അടുത്ത പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് കടക്കാം. അഗ്നിസാക്ഷി എന്ന പ്രശസ്തമായ മലയാള നോവലിൻ്റെ രചയിതാവ് ആരാണ്? ലളിതാംബിക അന്തർജനത്തിൻ്റെ വളരെ പ്രശസ്തമായ നോവലാണ് അഗ്നിസാക്ഷി. ഈ ഒരു ചോദ്യം എല്ലാവരും ഓർത്ത് വെക്കുക. നമ്മുടെ PDF വരുമ്പോൾ വായിച്ചു നോക്കേണ്ട ഒരു ചോദ്യമാണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം.
അടുത്ത ചോദ്യം, ചിത്രശില്പങ്ങൾക്കായി കേരള ഗവൺമെൻറ് നൽകുന്ന പുരസ്കാരത്തിൻ്റെ പേരെന്താണ്? അതായത് ചിത്രശില്പങ്ങൾക്കായി കേരള ഗവൺമെൻറ് നൽകുന്ന ഒരു പുരസ്കാരമുണ്ട്, അതിൻ്റെ പേരെന്താണ്? ചിത്രശില്പങ്ങൾക്കായി കേരള ഗവൺമെൻറ് നൽകുന്ന പുരസ്കാരത്തിൻ്റെ പേരാണ് രാജാ രവിവർമ്മ പുരസ്കാരം. അടുത്തത് നിങ്ങളിൽ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വളരെ എളുപ്പമുള്ളൊരു ചോദ്യമാണ്, എല്ലാവർക്കും അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഭൂമിക്ക് ഒരു ചരമഗീതം എന്ന കവിത ഏത് കവിയുടേതാണ്? ഉത്തരം പറയുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും. ONV കുറുപ്പിൻ്റെ കവിതയാണ് ഭൂമിക്ക് ഒരു ചരമഗീതം. അടുത്ത ചോദ്യം, സാർവദേശീയ വനിതാ ദിനം എന്നാണ്? സാർവദേശീയ വനിതാ ദിനം എന്നാണ്? മാർച്ച് 8-ാം തീയതിയാണ് സാർവദേശീയ വനിതാ ദിനം. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 1911 കൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിൽ ആലപിച്ച ഒരു ഗാനത്തിന് സംഗീതം നൽകിയത് ക്യാപ്റ്റൻ രാംസിംഗ് ഠാക്കൂറാണ്. ആ ഗാനം അതേ ഈണത്തിൽ ഇന്നും ദേശവ്യാപകമായി ആലപിക്കുന്നുണ്ട്. ഏതാണ് ആ ഗാനം? നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നൊരു ഗാനമാണ്. ഉത്തരം അറിയാവുന്നവർ കമൻറ്റ് ബോക്സിൽ പറയുക. ഇപ്പോഴും ദേശവ്യാപകമായി ആലപിക്കുന്ന ആ ഗാനത്തിൻ്റെ പേരാണ് ജനഗണമന. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയുടെ ദേശീയ ഗാനമാണത്. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്, നിങ്ങൾ ഓർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന്. ഈ പ്രശസ്തമായ വരികൾ ഏത് കവിയുടേതാണ്? മലയാളത്തിലെ പ്രശസ്തമായ കുറേ കവിതകൾ രചിച്ച കടമ്മനിട്ട രാമകൃഷ്ണൻ്റെ വളരെ പ്രശസ്തമായ വരികളാണ് നിങ്ങൾ ഓർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന്. അടുത്ത ചോദ്യം ഇതാണ്, കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ്? കൊഴിഞ്ഞ ഇലകൾ എന്ന കൃതി ആരുടെ ആത്മകഥയാണ്? ജോസഫ് മുണ്ടശ്ശേരിയുടെ ആത്മകഥയാണ് കൊഴിഞ്ഞ ഇലകൾ. അടുത്ത ചോദ്യം ഇതാണ്, ജീവിതത്തിൻ്റെ അർത്ഥം തേടുന്ന മനുഷ്യരുടെ കഥയാണ് ഉമ്മാച്ചു. ഈ ഉമ്മാച്ചു എന്ന പ്രശസ്തമായ നോവലിൻ്റെ രചയിതാവ് ആരാണ്? ഉമ്മാച്ചു എന്ന നോവൽ നിങ്ങളിൽ പലരും വായിച്ചിട്ടുണ്ടാവും. അതിൻ്റെ രചയിതാവാണ് ഉറൂബ് അഥവാ PC കുട്ടിക്കൃഷ്ണൻ. ഒന്നാമത്തെ ചോദ്യം ഇതാണ്, ഇന്നത്തെ ലൈബ്രറി കൗൺസിൽ മുൻപ് ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? കേരള ഗ്രന്ഥശാല സംഘം എന്നാണ് ഇന്നത്തെ ലൈബ്രറി കൗൺസിൽ മുൻപ് അറിയപ്പെട്ടിരുന്നത്. അതായത് കേരള ഗ്രന്ഥശാല സംഘം എന്നാണ് മുൻപത്തെ ലൈബ്രറി കൗൺസിലിൻ്റെ പേര്. രണ്ടാമത്തെ ചോദ്യം, മലയാളത്തിൽ പുസ്തക രൂപത്തിൽ ഇറങ്ങിയ ആദ്യത്തെ സിനിമാ തിരക്കഥ ഏതാണ്? മലയാളത്തിൽ പുസ്തക രൂപത്തിൽ ഇറങ്ങിയ ആദ്യത്തെ സിനിമാ തിരക്കഥ ഏതാണ്? മലയാളത്തിൽ പുസ്തക രൂപത്തിൽ ഇറക്കിയ ആദ്യത്തെ തിരക്കഥ മുറപ്പെണ്ണ് എന്ന് പറയുന്ന സിനിമയുടേതാണ്. മൂന്നാമത്തെ ചോദ്യം, കാച്ചിക്കുറുക്കിയ കവിതകളുടെ കവി എന്നറിയപ്പെടുന്നത് ആരാണ്? വൈലോപ്പിള്ളി ശ്രീധര മേനോനാണ് കാച്ചിക്കുറുക്കിയ കവിതകളുടെ കവി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, കയ്യൂർ സമരത്തെ അടിസ്ഥാനമാക്കി നിരഞ്ജന എഴുതിയ നോവൽ ഏതാണ്? കയ്യൂർ സമരത്തെ അടിസ്ഥാനമാക്കി നിരഞ്ജന എഴുതിയ നോവലാണ് ചിരസ്മരണ. അഞ്ചാമത്തെ ചോദ്യം ഇതാണ്, എൻ്റെ നാടുകടത്തൽ ആരുടെ ആത്മകഥയാണ്? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ആത്മകഥയാണ് എൻ്റെ നാടുകടത്തൽ. അടുത്ത ചോദ്യം, എൻ്റെ വക്കീൽ ജീവിതം ആരുടെ ആത്മകഥയാണ്? വളരെ പ്രശസ്തമായ ഒരു ആത്മകഥയാണ്. തകഴി ശിവശങ്കരപിള്ളയുടെ ആത്മകഥയാണ് എൻ്റെ വക്കീൽ ജീവിതം. എൻ്റെ വഴിത്തിരിവ് എന്ന കൃതി ആരുടെ ആത്മകഥയാണ്? മലയാളത്തിലെ പ്രശസ്തമായ ആത്മകഥകളുടെ ചോദ്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മലയാള സാഹിത്യത്തിലെ പ്രശസ്ത രചയിതാവായ പൊൻകുന്നം വർക്കിയുടെ ആത്മകഥയാണ് എൻ്റെ വഴിത്തിരിവ്. അടുത്ത ചോദ്യം ഇതാണ്, പി കേശവദേവിൻ്റെ ആത്മകഥ ഏതാണ്? പി കേശവദേവിൻ്റെ ആത്മകഥ ഏതാണ്?
എതിർപ്പ് എന്നാണ് പി കേശവദേവിൻ്റെ ആത്മകഥയുടെ പേര്. ഇതേ ചോദ്യം മറ്റൊരു രീതിയിൽ ചോദിക്കാം. എതിർപ്പ് ആരുടെ ആത്മകഥയാണ്? അതിൻ്റെ ഉത്തരം പി കേശവദേവ്. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്: നിത്യകന്യകയെ തേടി എന്ന ആത്മകഥ ആരുടേതാണ്? നിത്യകന്യകയെ തേടി എന്നത് ആരുടെ ആത്മകഥ? പി കുഞ്ഞിരാമൻ നായരുടെ ആത്മകഥയാണ് നിത്യകന്യകയെ തേടി. ഈ ആത്മകഥയും അത് ആരുടെ ആത്മകഥയാണെന്നും ഉള്ള ചോദ്യം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ചോദിക്കുവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ ആത്മകഥയുടെ പേരും അത് ആരുടെ ആത്മകഥയാണെന്നും നിർബന്ധമായും പഠിച്ചിരിക്കുക. അടുത്ത ചോദ്യം: സ്വാതി തിരുനാളിൻ്റെ സദസ്യനായിരുന്ന പ്രമുഖ ആട്ട കഥാകൃത്ത് ആരാണ്? ഇരയിമ്മൻ തമ്പിയാണ് സ്വാതി തിരുനാളിൻ്റെ സദസ്യനായിരുന്ന പ്രമുഖ ആട്ട കഥാകാരൻ. അടുത്ത ചോദ്യം: കവിയുടെ കാൽപ്പാടുകൾ ആരുടെ ആത്മകഥയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞ പി കുഞ്ഞിരാമൻ നായരുടെ തന്നെ ആത്മകഥയാണ് കവിയുടെ കാൽപ്പാടുകൾ. പി കുഞ്ഞിരാമൻ നായരെ പറ്റി പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ 3 ആത്മകഥകളെ പറ്റിയും നമ്മൾ പറയേണ്ടതുണ്ട്. അദ്ദേഹം 3 ആത്മകഥകളാണ് രചിച്ചിരിക്കുന്നത്. ഒന്നാമത്തേതാണ് എന്നെ തിരയുന്ന ഞാൻ, രണ്ടാമത്തേത് ഈ വീഡിയോയുടെ ആദ്യം പറഞ്ഞ നിത്യകന്യകയെ തേടി, മൂന്നാമത്തേത് ഇപ്പോൾ പറഞ്ഞ കവിയുടെ കാൽപ്പാടുകൾ. ഈ 3 ആത്മകഥയും അദ്ദേഹത്തിൻ്റെതാണ്. അതുകൊണ്ട് പി കുഞ്ഞിരാമൻ നായരെ പറ്റി പറയുമ്പോൾ ഈ 3 ആത്മകഥകളുടെ കാര്യം മറക്കാതിരിക്കുക, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ചോദ്യം: സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള രചിച്ച ജീവചരിത്ര ഗ്രന്ഥം ഏതാണ്? കാൾ മാക്സിൻ്റെ ജീവചരിത്ര ഗ്രന്ഥമാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള രചിച്ചിരിക്കുന്നത്. ഇതേപോലെ തന്നെ മറ്റൊരു ചോദ്യമുണ്ട്: സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ആത്മകഥ ഏതാണ്? ഈ ഒരു ചോദ്യം നമ്മൾ ഈ വീഡിയോയുടെ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ നാടുകടത്തൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേര്. അപ്പോൾ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട ഈ 2 കാര്യങ്ങൾ എല്ലാവരും ഓർത്ത് വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ചങ്ങമ്പുഴ നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം എന്ന ജീവചരിത്ര ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആരാണ്? ചങ്ങമ്പുഴ നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം എന്ന ജീവചരിത്ര ഗ്രന്ഥത്തിൻ്റെ കർത്താവ് MK സാനു ആണ്. അടുത്ത ചോദ്യം: നളചരിതം കിളിപ്പാട്ടിൻ്റെ കർത്താവ് ആരാണ്? നളചരിതം കിളിപ്പാട്ടിൻ്റെ കർത്താവ് ആരാണ്? കുഞ്ഞൻ നമ്പ്യാരാണ് നളചരിതം കിളിപ്പാട്ടിൻ്റെ കർത്താവ്. നളചരിതം കിളിപ്പാട്ടിൻ്റെ കർത്താവ് കുഞ്ഞൻ നമ്പ്യാരാണ്. അടുത്ത ചോദ്യം: നളചരിതം ആട്ടക്കഥ ആരുടെ കൃതിയാണ്? നളചരിതം ആട്ടക്കഥ ആരുടെ കൃതിയാണ്? ഉണ്ണായി വാര്യരുടെ കൃതിയാണ് നളചരിതം ആട്ടക്കഥ. അടുത്ത ചോദ്യം ഇതാണ്: രാത്രിമഴ എന്ന കവിത രചിച്ചത് ആരാണ്? മലയാളത്തിലെ പ്രശസ്ത കവയിത്രിയായ സുഗതകുമാരിയാണ് രാത്രിമഴ എന്ന കവിതയുടെ രചയിതാവ്. അടുത്ത ചോദ്യം: കേശവൻ്റെ വിലാപങ്ങൾ എന്ന നോവലിൻ്റെ രചയിതാവ് ആരാണ്? കേശവൻ്റെ വിലാപങ്ങൾ എന്ന നോവലിൻ്റെ രചയിതാവാണ് M.